നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് PSC മുൻവർഷങ്ങളിൽ നടത്തിയ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നോക്കി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി. ഓപ്ഷൻ ഡി ആണ് മൃതസഞ്ജീവനി. അടുത്തത്, സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതി. ഓപ്ഷൻ ബി ആണ് ആർദ്രമാണ്. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏത്? ഓപ്ഷൻ എ ആണ് ആർദ്രം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി ഏത്? ഓപ്ഷൻ ബി ആണ് ആശ്വാസ കിരൺ. അടുത്തത്, കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര്? ഓപ്ഷൻ ഡി ആണ് സുകൃതമാണ് സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതി ഏത്? ഓപ്ഷൻ ഡി ആണ് താലോലമാണ്. കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏത്? ഓപ്ഷൻ ബി ആണ് മധുരം പദ്ധതി. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ പദ്ധതി? ഓപ്ഷൻ എ ആണ് മൃതസഞ്ജീവനി. ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ഓപ്ഷൻ എ ആണ് ഭൂമിക. ഒന്നുകൂടെ പറയാം. ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഭൂമിക. അടുത്തത്, കേരളത്തിലെ ശിശുമാതൃ മരണനിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ആണ് ശലഭം പദ്ധതി. കേരളത്തിൻ്റെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതിയിൽ പെടാത്തത് ഏതൊക്കെയാണ്? ഇതിൽ ഉൾപ്പെടാത്തത് ഡി ആണ്. അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് വേണ്ട ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്കുകയും ചെയ്യുക. ഇത് തെറ്റാണ്. അപ്പോൾ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗി സൗഹാർദ്ദപരമായ സേവനങ്ങൾ ലഭ്യമാക്കുക, പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ ഫാമിലി ഹെൽത്ത് സെൻ്ററുകളാക്കി വിപുലപ്പെടുത്തുക, ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പാക്കുക. പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ആണ് മിഠായി. കേരളത്തിൽ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി? ഓപ്ഷൻ എ ആണ് സ്നേഹസ്പർശം. ഒന്നുകൂടെ നോക്കാം. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി സ്നേഹസ്പർശം. കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി? ഓപ്ഷൻ എ ആണ് ഉഷസ്. ഒന്നുകൂടെ നോക്കാം. കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഉഷസ്. പൂർണ്ണശയ്യാവലംബരെ പരിചരിക്കുന്നവർക്ക് കേരള സർക്കാർ നടപ്പിലാക്കിയ ധനസഹായ പദ്ധതി? ഓപ്ഷൻ ഡി ആണ് ആശ്വാസകിരണം. അതായത് പൂർണ്ണശയ്യാവലംബരെ പരിചരിക്കുന്നവർക്ക് കേരള സർക്കാർ നടപ്പിലാക്കിയ ധനസഹായ പദ്ധതിയാണ് ആശ്വാസകിരണം. ഹൃദയസംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി? ഓപ്ഷൻ സി ആണ് ഹൃദ്യം. ഒന്നുകൂടെ നോക്കാം. ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഹൃദ്യം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതി ഏത്? ഓപ്ഷൻ എ ആണ് സ്നേഹസ്വാന്തനമാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതി.